നമസ്തേ. കഥകൾ അതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ അറിവ് നൽകിയ ധനം. ഇത് ഒരു നാടോടി കഥയാണ് കേട്ടോ. നാടോടി കഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ടല്ലോ, അവിടുത്തെ ഒരു നാടോടി കഥ. പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ഭാഷകളിലൊക്കെ നാടോടി കഥകളുണ്ട്. ഈ നാടോടി കഥ കർണാടകത്തിലൊരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണെന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ രാജ്യമായ ഭാരതം പല പല ചെറു രാജ്യങ്ങളായിരുന്നു. അതുപോലെയുള്ള ഒരു ചെറിയ രാജ്യത്തെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കർഷകനാണ് ബോഞ്ചു. ഈ ബോഞ്ചുവിന് ധാരാളം കൃഷി സ്ഥലങ്ങളുണ്ട്. അദ്ദേഹത്തിന് കുട്ടികളായിട്ട് 5 ആൺമക്കളാണ്. ഇവരുമൊക്കെ പാടത്ത് അധ്വാനിക്കാനായിട്ട് വരാറുണ്ട്. വേറെയും ആൾക്കാർ തൊഴിലാളികളായിട്ടുണ്ട്. നല്ലൊരു ഫാമുണ്ട്, അതായത് പശുക്കളെയൊക്കെ വളർത്തുന്നൊരു കൃഷി കൂടാതെ പശുക്കളെ വളർത്തുന്നുണ്ട്, ആടുകളെ വളർത്തുന്നുണ്ട്, കോഴികളെ വളർത്തുന്നുണ്ട്. അദ്ദേഹത്തിന് പച്ചക്കറികളൊക്കെ കൃഷിയുണ്ട്. അതൊക്കെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അങ്ങനെ വളരെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഈ ബോഞ്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും. ഒരു ദിവസം അദ്ദേഹത്തിന് അങ്ങോട്ട് പ്രായമായി കഴിഞ്ഞ് തൻ്റെ കൃഷിസ്ഥലങ്ങൾ കൊണ്ടു നടക്കാൻ തൻ്റെ മക്കൾക്ക് പ്രാപ്തിയുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടി അദ്ദേഹം മുതിർന്നു. അതിനുവേണ്ടി ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ഒരു ദിവസം കുട്ടികളെ അടുത്തേക്ക് വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോവുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ പറഞ്ഞോളൂ. അച്ഛൻ പറയണ എന്ത് കാര്യമായാലും ഞങ്ങൾ അതുപോലെ ചെയ്യാം. നിങ്ങളൊരു 6 മാസത്തേക്ക് ഈ വീട്ടിലേക്ക് വരാതെ, വീട്ടിൽ നിന്നും ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കണം. വേറെ എവിടെയെങ്കിലും പോയി തന്നെത്താനെ ജീവിക്കണം. കാശില്ലാന്ന് കരുതി നിങ്ങൾ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എല്ലാവർക്കും ഞാൻ ഓരോ സ്വർണ്ണ നാണയം തരാം എന്ന് പറഞ്ഞു. ആദ്യത്തെ ആളെ വിളിച്ചു, മൂത്ത പുത്രനുണ്ട്, നീ വാടാ മോനെ എന്ന് പറഞ്ഞു വിളിച്ചു. ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. ഇനി പോയിക്കോ, തിരിഞ്ഞു നോക്കണ്ട, കൂട്ടൊന്നും കൂടണ്ട, ആരുടെ പൊക്കമൊന്നും. രണ്ടാമത്തെ ആൾക്കും കൊടുത്തു, മൂന്നാമത്തെ ആൾക്കും കൊടുത്തു, നാലാമത്തെ ആൾക്കും കൊടുത്തു, അഞ്ചാമത്തെ ആൾക്കും കൊടുത്തു. 5ാമത്തെ മകൻ്റെ പേര് ഗഗൻ എന്നാണ്. ഗഗൻ പോയി കഴിഞ്ഞപ്പോൾ എന്താ, ഈ പടി കടന്ന് മുമ്പേ പോയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്തു എന്നറിയാമോ? പടി കടന്ന് ഇത്തിരി അങ്ങോട്ട് നീങ്ങിയിട്ട് അവരൊക്കെ അവിടെ നിന്നു. അങ്ങനെ 5 പേരും കൂടെ ഒന്നിച്ച് കൂട്ടമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. കൂട്ടമായിട്ട് യാത്ര ചെയ്തപ്പോൾ എല്ലാവരോടും ഒരേ കാര്യം പറഞ്ഞു, 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരാവൂ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിലവഴിക്കാം, ഈ പണം നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നും പറഞ്ഞു കൊടുത്തുവിട്ട് അവരിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വലിയൊരു തടസ്സമായിട്ട് വഴിയിൽ വലിയൊരു പാറ കണ്ടു. ആ പാറ കണ്ടപ്പോൾ അവർക്ക് തോന്നി, നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു വഴിക്ക് പോകാൻ പറ്റില്ല, ഇവിടെ വെച്ച് നമുക്ക് പിരിയാം, 5 ആൾ 5 വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ആദ്യത്തെ ആൾ ഒരു വഴി പോയി, രണ്ടാമത്തെ ആൾ പോയി, മൂന്നാമത്തെ ആൾ പോയി, നാലാമത്തെ ആളും പോയി. നേരെ പട്ടണത്തിലേക്ക് നേരെയുള്ള വഴിയാണ്. ആ വഴിയെ പോയത് ഗഗൻ മാത്രമാണ്. അങ്ങനെ പട്ടണത്തിൽ ചെന്ന് പല കാര്യങ്ങളും ഇങ്ങനെ കണ്ട് നോക്കി നടന്നു ഗഗൻ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പുസ്തക കട കണ്ടു, ഒരു ബുക്ക് സ്റ്റാള്. ആ ബുക്ക് സ്റ്റാളിൽ കയറി നോക്കിയപ്പോൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഇരിക്കുന്നു. പലതരത്തിലുള്ള പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ പലതരത്തിലും അറിവ് നൽകുന്ന പുസ്തകങ്ങൾ. ഗഗൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ ഈ സ്വർണ്ണ നാണയം കൊടുത്ത് അദ്ദേഹത്തിന് ഉചിതമെന്ന് തോന്നി, പഠിക്കണം, അറിയണം, വായിച്ച് നോക്കണം എന്ന് താല്പര്യമുള്ള കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു. ആ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ പുസ്തക സഞ്ചി നോക്കി മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, എനിക്ക് ഈ പുസ്തകങ്ങളൊക്കെ എനിക്ക് പഠിക്കണം എന്ന് കരുതി അദ്ദേഹം ഒരു ഗുരുവിനെ തേടി. ഒരു ക്ഷേത്ര പരിസരത്ത് ചെന്നിട്ട്, ഇവിടെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ആശാനുണ്ട്, ഗുരു ഉണ്ടോ, എനിക്ക് കുറച്ച് പഠിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി വന്നതാണ്. അപ്പോൾ ഇതാ കാണുന്ന വീട്ടിൽ ധാരാളം പേര് വന്ന് പഠിക്കാറുണ്ട്, അവിടെ ഒരു ഗുരു ഉണ്ട്, പഠിക്കുക. വേഗം അവിടെ ചെന്ന് കണ്ട് ഗുരു ഇദ്ദേഹത്തെ ഗഗനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഗഗൻ അവിടെ താമസിച്ച പുസ്തകങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളെ പറ്റിയും വളരെ ആധികാരികമായ അറിവ് ഗഗനുണ്ടായി. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ കാലം എത്ര വീട്ടിൽ നിന്ന് പോന്നിട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5-6 മാസം ആവാറായല്ലോ. ഇനി പതുക്കനെ നടന്നു പോവാം, കുറേ വഴിയും കൂടി പിന്നിട്ടിട്ടല്ലേ പഠിക്കാനായിട്ട് തുടങ്ങിയത് എന്ന് കരുതി തിരിച്ചു പോകാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ തിരിച്ച് ഗുരുവിനോട് പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ സ്വന്തം പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്,
ഇനി ഉള്ള കാലം എനിക്ക് കിട്ടിയ അറിവ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഗുരുവിനെ നമസ്കരിച്ച് അനുഗ്രഹവും അനുവാദവും വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇവിടെ വന്നപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ കച്ചവടം ചെയ്ത് ധാരാളം കാശുണ്ടാക്കി അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കൊക്കെ ധാരാളം പട്ടുവസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വസ്ത്രങ്ങളുടേതായ ഒരു ലോകം മൂത്ത മകന്. രണ്ടാമത്തെ മകൻ അതുപോലെ പല പല വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളാണ്. അച്ഛന് അമ്മയ്ക്ക് സഹോദരങ്ങൾക്കും ഒക്കെ ഇടാവുന്ന തരത്തിലുള്ള പല ആഭരണ കച്ചവടമാണ് അദ്ദേഹം നടത്തിയത്. ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആൾ ഇതൊന്നുമല്ല. അപ്പം വിശേഷപ്പെട്ട തരത്തിലുള്ള വിത്തുകൾ, കൃഷിക്കാരല്ലേ തങ്ങളെ, നമുക്ക് ഇതൊക്കെ നമ്മുടെ പാടത്ത് കൃഷി ചെയ്തുണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുറേ വിത്തുകൾ, ആ ധാന്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും കഴിഞ്ഞു. അങ്ങനെ നാലാമത്തെ ആൾ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ലോഹങ്ങൾ കൊണ്ട്, അതായത് വെള്ളി കൊണ്ടുള്ളത്, ചെമ്പ് കൊണ്ടുള്ളത്, പിച്ചള കൊണ്ടുള്ളതൊക്കെ ആയിട്ട് പാത്രങ്ങൾ കൊണ്ടുവന്നു. വലിയൊരു ചുമട് ഇടിപ്പിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ കഴിഞ്ഞു. അഞ്ചാമത്തെ ആളായ ഗഗൻ ഒരു തോക്ക് സഞ്ചിയിൽ 5-6 പുസ്തകങ്ങൾ, 5 പുസ്തകങ്ങളുണ്ട്, അല്ലാണ്ട് ഒന്നുമില്ല. ഒരു വലിയ ഭാരമില്ല, ഒന്നുമില്ല, ചുവട്ടും ചപ്പടും ഒന്നുമില്ല. ഗഗനും വന്നു. എല്ലാവരെയും അച്ഛൻ ഒരേപോലെ സ്വീകരിച്ചു. അപ്പോൾ മറ്റുള്ള ചേട്ടന്മാരൊക്കെ കളിയാക്കി. ഇപ്പം 6 മാസം കഴിഞ്ഞു സ്വർണ്ണ നാണയം മേടിച്ചുകൊണ്ട് പോയിട്ട് 6 മാസം കഴിഞ്ഞ് വന്നേക്കണാണ്ടില്ലേ, ആകെ കൂടിയിട്ട് എണ്ണി പറഞ്ഞ് കൊണ്ടുവന്നേക്കണ ഒരു 5-6 പുസ്തകമുണ്ട്. എന്തിൻ്റെ കൊള്ളാടാ നിന്നെയൊക്കെ. കാശ് കിട്ടിയ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാൻ പഠിക്കണം, നിനക്കിൻ്റെ അതിനൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് ചേട്ടന്മാർ ഈ ഗഗനെ കളിയാക്കി. അപ്പോൾ അച്ഛൻ സാരമില്ല മോനെ എന്നും പറഞ്ഞ് കൊച്ചുമകനെ ചേർത്ത് നിർത്തി സമാധാനിപ്പിച്ചു. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞു. മറ്റവർ കൊണ്ടുവന്ന പട്ടുവസ്ത്രങ്ങളൊക്കെ എല്ലാവരും എടുത്തു, ആഭരണങ്ങളൊക്കെ ധരിച്ചു. കൃഷിക്കാരൻ കൊണ്ടുവന്ന വിത്തുകൾ ഉപയോഗിച്ച് പല കൃഷികളൊക്കെ ചെയ്തു. വിശേഷപ്പെട്ട തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ പലരുടെയും കാര്യങ്ങളൊക്കെ നടന്നു. ഇയാളുടെ പുസ്തകം മാത്രം ആർക്കും വേണ്ട, ആർക്കും ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിൻ്റെ പുസ്തകം കൊണ്ട് എന്ത് പ്രയോജനം, നീ എന്നെ വായിക്കണ്ട. ഈ ഗഗൻ്റെ ഇടയ്ക്ക് ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യും. പാട്ടുകളൊക്കെ പാടണം പോലെ അതിൽ നോക്കി വായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പുരാണ കഥകളൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പരസ്യം കണ്ടു, പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. ആ പരസ്യം എന്താണെന്ന് വെച്ചാൽ, ആ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ മകൾ രാജകുമാരിക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് യോഗ്യതയുള്ള അറിവുള്ള ആരെങ്കിലും രാജകൊട്ടാരത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് പരസ്യം. അപ്പോൾ അച്ഛനായിട്ട് ആലോചിച്ചപ്പോൾ ഗഗൻ എന്നോട് പറഞ്ഞു, നീ പുസ്തകമൊക്കെ പഠിച്ചതല്ലേ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിനക്ക് അറിവുണ്ടെന്ന് തോന്നുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാതെ രാജകുമാരിക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നുകയാണെങ്കിൽ നീ പോയിക്കോ. അപ്പോൾ ഗഗൻ പറഞ്ഞു, ഞാൻ ആശാൻ്റെ അടുത്ത് പോയിട്ട് ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് ആശാൻ, ഞാനൊന്ന് പോയെങ്കിലോ ചോദിച്ചു. പോയിക്കോ എന്ന് പറഞ്ഞ് അച്ഛൻ്റെയും കൂടെ അറിവും സമ്മതവുമായിട്ട് ഗഗൻ അങ്ങനെ രാജകൊട്ടാരത്തിൽ പോയി. രാജകൊട്ടാരത്തിൽ പോയി അവിടെ ചെന്നു. രാജകുമാരിയായിട്ട് അവിടെ താമസിച്ചു. രാജകുമാരിക്ക് വിദ്യാഭ്യാസം നൽകി അറിവുള്ളത് കാര്യങ്ങൾ ഓരോ പുസ്തകങ്ങൾ പഠിച്ചതൊക്കെ പറഞ്ഞു കൊടുത്തു. രാജകുമാരിക്ക് വളരെ സന്തോഷമായി. തൻ്റെ ഗുരുനാഥൻ അറിവുള്ള ആളാണെന്ന് മനസ്സിലായി. രാജാവിന് മനസ്സിലായി തൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന ഗുരു ആൾ കൊള്ളാം, ഗഗന് എന്തൊക്കെയോ അറിയാവുന്ന ആളാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം രാജകുമാരിയെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ എവിടുന്നോ അങ്ങനെ വെള്ളം കുറ്റിച്ചാടി വീഴണ ശബ്ദം കേട്ടതുപോലെ തോന്നി. ഇത് ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ഈ വരണേ എന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി എവിടെയോ വെള്ളം ചാടുന്ന ശബ്ദമാണ്. അദ്ദേഹം ആ വെള്ളത്തിൻ്റെ നീരുറവ തേടിപ്പോയി കഴിഞ്ഞപ്പോൾ കുറച്ചങ്ങ് മാറിയിട്ട് ഒരു ചെറിയ കൈത്തോട് ഇങ്ങനെ വന്ന് ചാടുകയാണ്. വെള്ളം മുകളിൽ നിന്ന് ചാടുകയാണ്. ആ കൈത്തോടിലേക്ക് വന്ന് ചാടും. അപ്പോൾ അവിടെയുള്ള കുഴിയിൽ ചാടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ഈ മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ ഇങ്ങനെ ഇടയ്ക്ക് തിളക്കത്തോട് കൂടിയ ചില തരം കല്ലുകൾ കിടക്കണം കണ്ടു. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കരുതി ഗഗൻ ഈ കല്ലുകളൊക്കെ എടുത്ത് പറക്കി നല്ലോണം വെള്ളത്തിൽ കഴുകി തുടച്ച് വൃത്തിയാക്കി പിറ്റേ ദിവസം പഠിപ്പിക്കാനായിട്ട് രാജകുമാരിയെ പഠിപ്പിക്കാൻ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഈ കല്ലുകളൊക്കെ രാജാവിനായിട്ട് കാഴ്ചവെച്ചു. രാജാവ് നോക്കുമ്പോൾ എന്താ, രാജാവിന് മനസ്സിലായി ഗഗന് ഇത് വില കൂടിയ കല്ലുകളാണെന്ന് അറിയുമായിരുന്നുള്ളൂ. പക്ഷേ രാജാവിൻ്റെ അവിടെ ചെന്നിട്ട് മറ്റ് മന്ത്രിമാർ ഇവർ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വിശേഷപ്പെട്ട രത്നങ്ങളാണ്.
ആ രത്നങ്ങൾ നവരത്നങ്ങളിൽപ്പെട്ട പലതുണ്ട്. മരതകം, വൈഡൂര്യം, പുഷ്യരാഗം, മുത്തുകൾ, ഇതൊക്കെയാണെന്ന് മനസ്സിലായി. അപ്പം ഇതെല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ രാജാവ് പറഞ്ഞു, അയ്യോ എന്ത് വിലപിടിപ്പുള്ളതാണ് ഈ സാധനം. ഇത് കിട്ടിയിട്ട് ഗഗൻ നാട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലോ ചെയ്തത്, രാജാവിന് കാഴ്ചവെക്കുകയല്ലേ ചെയ്തത്. രാജാവിന് പ്രതിഫലമായി രാജാവ് ഗഗന് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്തു. സ്വർണ്ണ നാണയങ്ങളൊക്കെ കൊടുത്തു, പട്ടുവസ്ത്രങ്ങൾ കൊടുത്തു, വിശേഷപ്പെട്ട ആഭരണങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ കൊണ്ടുപോയി അച്ഛന് കൊണ്ടു കൊടുക്കൂ, രാജകൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ പ്രതിഫലമാണെന്ന്. പോയിട്ട് വിശ്രമിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വരൂ രാജകൊട്ടാരത്തിലേക്ക് എന്നിങ്ങനെ പറയുകയും ചെയ്തു. ഇയാൾ വളരെ ബുദ്ധിമാനാണ്, വളരെ സമർത്ഥരാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കും, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കും. ഈ പിറ്റേ ദിവസം തന്നെ ഗഗൻ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ച് രാജകുമാരിയെ പഠിപ്പിക്കൽ തൽക്കാലം ഇതാക്കിയിട്ട് പോരുകയും ചെയ്തു. ഇവിടെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ജ്യേഷ്ഠന്മാരും ഉണ്ട് വീട്ടിൽ, എല്ലാവരും ഉണ്ട്. അച്ഛൻ വളരെ സന്തോഷിച്ചു, എല്ലാ സമ്മാനങ്ങളും അച്ഛനെ ഏൽപ്പിച്ചു. അപ്പോൾ ഇത് എവിടുന്നാണ് ഉണ്ടായ കഥയൊക്കെ ഗഗൻ പറഞ്ഞു. അപ്പോൾ അച്ഛനെന്ന് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ കിട്ടിയ, ഞാൻ നിനക്ക് തന്ന സ്വർണ്ണ നാണയം കൊണ്ട് നീ പുസ്തകങ്ങൾ വാങ്ങിച്ച് ഒരു ഗുരുവിനെ കണ്ടെത്തി നീ അറിവ് നേടുകയല്ലേ ചെയ്തത്. അറിവ് എന്ന് പറഞ്ഞാൽ അത് ധനമാണ്, അതുകൊണ്ട് നിനക്ക് ധാരാളം ധനം നേടാൻ കഴിയും ഭാവിയിലെന്ന് എനിക്കറിയാമായിരുന്നു മകനെ. അതുകൊണ്ടാണ് ഈ ചേട്ടന്മാരൊക്കെ നിന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ ഒരു കുറ്റപ്പെടുത്തും പരിഹസിക്കും കളിയാക്കുകയും ചെയ്തപ്പോൾ ഒന്ന് സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ സമാധാനിപ്പിച്ചത്. ഇപ്പം നിനക്കത് ബോധ്യപ്പെട്ടില്ലേ, നിൻ്റെ ചേട്ടന്മാരൊക്കെ കൊണ്ടുവന്നതിനേക്കാൾ എത്ര കൂടുതൽ ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്താ നീ ചിലവാക്കി നീ നേടിയ അറിവുണ്ടല്ലോ, അത് ഇന്നും നിൻ്റെ അറിവ് വളരെ വർദ്ധിക്കുകയാണ്. നീ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് നിനക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു പ്രത്യേകത അറിവ് എന്ന ധനത്തിനുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനും എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ. ധനം കൊണ്ട്, അറിവ് കൊണ്ട് നേടിയ ധനം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.